ഇപ്പോൾ നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോ നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, സെൻസെക്സ് ആൻഡ് മിഡ് ക്യാപ് നിഫ്റ്റി അനാലിസിസ് ചെയ്യും. ഈ അനാലിസിസ് നാളത്തേക്കുള്ള അനാലിസിസ് ആണ്. നാളെ എക്സ്പയറി ആണ് നിഫ്റ്റിക്ക്. സോ നിഫ്റ്റിയുടെ എക്സ്പയറി ആകുമ്പോഴത്തേക്ക് എല്ലാവരും ശ്രദ്ധിക്കുക. പ്രീമിയം മൂവ്മെൻറ്റ് എല്ലാവർക്കും അറിയാമല്ലോ, ഞാൻ റെഗുലർലി പറയാറുണ്ട്. മൂവ്മെൻറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ മൂവ്മെൻറ്റ് എപ്പോഴാണ് ഉണ്ടാവുക അത് നേരത്തെ നമുക്ക് അറിയാൻ പറ്റും. മൂവ്മെൻറ്റ് ഉണ്ടാവില്ല എന്ന്. അപ്പോൾ മൂവ്മെൻറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ട്രേഡ് ചെയ്യുക. അതെങ്ങനെയാണെന്ന് വെച്ചാൽ 9:30 to 10 ആ ഒരു ടൈം, ആ ഒരു ഹാഫ് ആൻ അവറിൽ പ്രീമിയം കൂടുതലുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഫുൾ ഡേ മൂവ് ഉണ്ടാവുള്ളൂ, ഒരു ബിഗ് മൂവ് ഉണ്ടാവുള്ളൂ എന്ന് പറയാം. അല്ലെങ്കിൽ മൂവ് ഉണ്ടാവത്തില്ല. പ്രീമിയം ഇല്ലെങ്കിൽ 9:30 to 10 ആ ടൈമിൽ പ്രീമിയം ഇല്ലെങ്കിൽ, പ്രീമിയം വളരെ കുറവാണെങ്കിൽ മൂവ് ഉണ്ടാവാൻ ചാൻസ് കുറവാണ് ഓൺ എക്സ്പയറി. ഓക്കെ, സോ ഇനി നമുക്ക് നെക്സ്റ്റ് പറയാനുള്ളത് വേഗം നോക്കൂ. ചാർട്ട് അനാലിസിസ് കിടക്കാം. ബിസിയാണ്, അതുകൊണ്ട് വീഡിയോ അത്രയ്ക്ക് എനിക്ക് പ്രോപ്പർലി ഉണ്ടാക്കാൻ പറ്റില്ല റെഗുലർ ബേസിസിൽ. പിന്നെ ലൈക്സും കുറവാണ്. അപ്പോൾ എല്ലാവരും ലൈക്സും ചെയ്യുന്നില്ല, ഷെയറും ചെയ്യുന്നില്ല. അപ്പോൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യാൻ മറക്കണ്ട. ഓക്കെ, സോ ഞാൻ ഇത്രയ്ക്ക് ലാസ്റ്റ് ഇത്രയ്ക്ക് ഞാൻ ഇതൊരു കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ അനലൈസിസിൽ ഇത്രയ്ക്ക് ഒരു സ്ട്രക്ചർ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സ്ട്രക്ചർ പ്രോപ്പർലി വർക്ക് ചെയ്തിട്ടുണ്ട്. ദാറ്റ്സ് വൈ ഞാൻ ആ ഒരു റീസൺ കൂടി ഉണ്ടായിരുന്നു ഇന്നലെ എനിക്ക് ഷെയർ ചെയ്യാൻ വീഡിയോ ഉണ്ടാക്കാൻ തോന്നിയില്ല. എന്ന് വെച്ചാൽ അറിയാലോ, സ്ട്രക്ചർ മൂവ്മെൻറ്റ് വന്നിട്ടില്ല. എന്ന് വെച്ചാൽ നമ്മളിവിടെ സ്ട്രക്ചർ നമ്മൾ റീഡ് ചെയ്യുന്നത് എ ഫ്രം ടോപ്പ് ടു എ, ബി ആൻഡ് സി. സോ സി എന്തായിരുന്നു നമ്മൾ റീഡ് ചെയ്യണേ, നമ്മളെങ്ങനെ ചെയ്തായിരുന്നു, നമ്മൾ എക്സ്റ്റെൻഡഡ് ഫിബൊനാച്ചിയൊക്കെ അത് ഇതായിരുന്നു നമ്മുടെ 0. ഇത് എ, ബിയുടെ ബൗൺസ് ആൻഡ് സി ആണ് ഓൺ ഗോയിങ്. ഞാൻ അന്ന് ലാസ്റ്റ് വീഡിയോ ഷെയർ ചെയ്തായിരുന്നു. സോ അതിൽ വീഡിയോ മസ്റ്റായിട്ട് കാണുന്നു, അപ്പോഴേ നമുക്ക് പിടികിട്ടത്തുള്ളൂ. സോ ഇങ്ങനെയാണ് ഞാൻ വെച്ച് കാണിച്ചായിരുന്നു. സോ നമ്മൾ നോക്കുകയാണെങ്കിൽ കണ്ട പ്രോപ്പർലി 81.20% വരെ പ്രൈസ് വന്നു. ആൻഡ് ദെൻ അവിടെ നിന്ന് ബാക്ക് വീണ്ടും കണ്ടു ബൗൺസ്. എക്സാക്ട്ലി ഇന്ന് മോർണിംഗ് ഞാൻ കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾക്ക് ആക്റ്റീവ് ആയിരുന്നു എനിക്കറിയില്ല, ബട്ട് യെസ് കമൻറ്റ് സെക്ഷനിൽ ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്തായിരുന്നു 24,190. അത് സപ്പോർട്ട് സോണാണ്. ഞാൻ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്തായിരുന്നു. കണ്ടില്ലെങ്കിൽ ക്രോസ് ചെക്ക് ചെയ്യണം. പിന്നെ അവിടുന്ന് എക്സാക്റ്റ് ഓൾമോസ്റ്റ് ആ ഏരിയ വന്നു. ആൻഡ് ദെൻ അവിടെ നിന്ന് വീണ്ടും ബൗൺസ് ആയി. എന്ന് വെച്ചാൽ ന്യൂസ് ഉണ്ടായിരുന്നു, ബട്ട് നമ്മുടെ എലിറ്റ് വേവ് നേരത്തെ പറഞ്ഞു തരും. ഞാൻ എപ്പോഴും പറയാറുണ്ട്. ഞാൻ ഐ തിങ്ക് നമ്മുടെ എലിറ്റ് വേവിൻ്റെ 1, 2, 3 വീഡിയോസ് 3 വീഡിയോസ് എന്തോ ആണ്. അപ്പോൾ എല്ലാത്തിനും ഞാൻ പറഞ്ഞിട്ടുണ്ട്. എലിറ്റ് വേവ് എന്ന് പറഞ്ഞാൽ ന്യൂസാണ്, മനസ്സിലായോ? എലിറ്റ് വേവ് ന്യൂസാണ്. എലിറ്റ് വേവ് ഓൾറെഡി പറഞ്ഞു തരും ന്യൂസ് വരുന്നുണ്ടോ ഇല്ലാന്ന്. ആ ന്യൂസിൻ്റെ ഇമ്പാക്റ്റ് എത്ര ആയിരിക്കും, ഹ്യൂജ് ഉണ്ടാവും ഇല്ല, സംടൈംസ് റോങ് ആവാം, ഇല്ല എന്നല്ല, 100% അല്ല. 100% ആണെങ്കിൽ പിന്നെ എലിറ്റ് വേവ് പഠിക്കുന്ന എല്ലാവരും മറ്റേ ഇതായിരിക്കും, മീൻസ് പെർഫെക്റ്റ് റീഡർ ആയിരിക്കും എന്ന് പറയാം. ബട്ട് അങ്ങനെ 100% അല്ല, ബട്ട് യെസ് മോസ്റ്റ്ലി. ഓക്കെ, സോ ന്യൂസ് ബേസിലാണ്. സോ ആ ന്യൂസ് ബേസിൽ ഇതിന് സീഡ് സ്ട്രക്ചർ ഇവിടെ തന്നെ കാണുന്നുള്ളൂ. അവർ മാക്സിമം 127% to 168.80%. ഓക്കെ, അതും കാണുന്നുണ്ട്. അതാണ് നമുക്ക് മെയിനായിട്ട് പഠിക്കാനുള്ളത്. സോ ABC സ്ട്രക്ചർ നമ്മൾ നോക്കുകയാണെങ്കിൽ അങ്ങനെയാണ്. പിന്നെ ഇതിൻ്റെ അകത്ത് ഇൻറ്റേർണൽ സ്ട്രക്ചർ ABC ആൻഡ് 1, 2, 3 ആൻഡ് 1, 2, 3, 4, 5. ഇനി സ്റ്റിൽ നെക്സ്റ്റ് എന്താ, ഇൻ ഷോർട്ട് അത് തന്നെയല്ലേ നമുക്ക് അറിയാനുള്ളത്, എല്ലാവർക്കും അറിയാനുള്ളത് തന്നെയാണ്. നെക്സ്റ്റ് ഇനി എന്താണ് അല്ലേ, ഞാനത് തന്നെ പറഞ്ഞു തരാം. പഠിക്കാൻ ഇപ്പോൾ ആളുകൾക്ക് താല്പര്യമുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. എല്ലാവരും ഇനി ഇൻട്രസ്റ്റ് കാണിക്കുക, പഠിക്കാൻ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും ഇത്. ഇനി നെക്സ്റ്റ് ഈ ഒരു ട്രെൻഡ് ലൈൻ ഇത് കണ്ടോ. ഈ ട്രെൻഡ് ലൈൻ്റെ അബവ് പ്രൈസ് നാളെ പോയാൽ, ഓക്കെ, ഈ ട്രെൻഡ് ലൈനിൽ അബവ് പ്രൈസ് നാളെ പോയാൽ നമുക്ക് ഫർദർ അപ്പ് മൂവ് കിട്ടുള്ളൂ. അല്ലെങ്കിൽ ഇത് റെസിസ്റ്റൻസ് ആയിട്ട് വർക്ക് ചെയ്യും. 0 to Bയുടെ ട്രെൻഡ് ലൈനും ഇതും അങ്ങനെയാണ്. 0 to Bയുടെ ട്രെൻഡ് ലൈൻ അതുകൂടി വയ്ക്കാം. ബട്ട് ബെറ്റർ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് മറ്റേ ട്രെൻഡ് ലൈനാണ്. എന്ന് വെച്ചാൽ കുറച്ചുകൂടി സേഫ് പ്ലേ ആയിരിക്കും. സോ 24,460 അബവ് നാളെ പ്രൈസ് പോവുകയാണെങ്കിൽ ഫർദർ അപ്പ് സൈഡ് നമുക്ക് കിട്ടും. ആ അപ്പ് സൈഡ് 500, 530 ആൻഡ് 620 ഇത്ര വരെ പോകും. അതിൻ്റെ അബവ് പോയാൽ പിന്നെ വീണ്ടും ബുളിഷ്നെസ് സ്റ്റാർട്ട് ആകും. ഓക്കെ, ബുളിഷ്നെസ് ഉണ്ടാകുന്നത് ഇവിടെ നിന്ന് തന്നെ പ്രൈസ് മുകളിൽ പോകാൻ തുടങ്ങും. ഇവിടെ നിന്ന് തന്നെ 460, 470 അപ്പോൾ പ്രൈസ് സസ്റ്റെയിൻ ആണെങ്കിൽ സീരിയസിൽ വെച്ച് ഈസിലി നമുക്ക് പ്ലേ ചെയ്യാം. ഓക്കെ, കാരണം വെച്ചാൽ ആ സമയത്ത് സ്ട്രക്ചർ ചേഞ്ച് ആയി. അപ്പോൾ ഇത് കാരണം വെച്ചാൽ ഇവിടെ ABC ഓൾമോസ്റ്റ് ഇവിടെ തീർന്നു എന്ന് പറയാം കേട്ടോ. ABC കൺഫർമേഷൻ എപ്പോഴും കിട്ടുക. ഈ C ഇവിടെ തീർന്നു 61 ഈ ഏരിയ ഇത് കൺഫർമേഷൻ, ദാറ്റ് മീൻസ് ഇത് C തീർന്നു കൺഫർമേഷൻ. ഇതിൻ്റെ ബ്രേക്ക് ഔട്ട് ആകുമ്പോഴത്തേക്കും ഓക്കെ, ഈ സ്ട്രക്ചറുടെ ബ്രേക്ക് ഔട്ട്, ദാറ്റ് മീൻസ് പ്രൈസ് ഇതിൻ്റെ അബവ് 24,460 അബവ് പ്രൈസ് പോവുകയാണെങ്കിൽ നമുക്ക് കൺഫർമേഷൻ കിട്ടും. ദാറ്റ് മീൻസ് ഈ കറക്ഷൻ തീർന്ന് ആൻഡ് പ്രൈസ് ഇനി ബുളിഷ് മോഡിലേക്കാണ്. ഓക്കെ, സോ നമ്മളെ നാളത്തേക്ക് റെസിസ്റ്റൻസ് ആണ് ഇത് 24,455, 60 ആണ്. ഓക്കെ, ഇതാണ്. പിന്നെ നെക്സ്റ്റ് റെസിസ്റ്റൻസ് 530 ആൻഡ് 590, അതൊക്കെ നെക്സ്റ്റ് റെസിസ്റ്റൻസ് ആണ്. സപ്പോർട്ട് സോൺ ഇത് തന്നെ കേട്ടോ. 24,200 നല്ല ഒരു സപ്പോർട്ട് സോൺ ആണ് ഈ ഒരു സമയത്ത് സ്ട്രക്ചർ വൈസ് നമ്മൾ നോക്കുകയാണെങ്കിൽ. യെസ്, ഓക്കെ, സോ അത് മറക്കേണ്ട ആരും. ഇതിൻ്റെ ബിലോ ആണെങ്കിൽ ഫർദർ ഫോൾ വരത്തുള്ളൂ. ഓക്കെ, ഇത്ര റേഞ്ച് എനിക്കിപ്പോൾ തരാനുള്ളതാണ് മെയിനായിട്ട്.
ഓക്കെ. സോ ഈ ഒരു മോസ്റ്റ്ലി 24,200 ആൻഡ് 24,460. ഓക്കെ, ഈ രണ്ട് റേഞ്ചാണ്. ഇതിൻ്റെ ഇടയിലാണെങ്കിൽ നമുക്ക് കൺഫ്യൂഷൻ തന്നെ ഉണ്ടാവുള്ളൂ, ഒന്ന് ക്ലിയർ ആയിട്ട് ഒന്നും പറയാൻ പറ്റത്തില്ല. ഓക്കെ, സോ ഇത്രേ ഉള്ളൂ എനിക്ക് ഇതിനകത്ത് പറയാനുള്ളത്. നെക്സ്റ്റ് നമുക്ക് വേഗം ബാങ്ക് നിഫ്റ്റി പോകാം. ബാങ്ക് നിഫ്റ്റി ഞാൻ ഐ തിങ്ക് വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ റെഗുലർ വീഡിയോ കാണുന്ന ആൾക്ക് കറക്റ്റായിട്ട് അറിയാം. ബാങ്ക് നിഫ്റ്റി വീക്കാണ് ഞാൻ പറഞ്ഞായിരുന്നു. അതുപോലെ തന്നെ ബാങ്ക് നിഫ്റ്റി വീക്കുമായി ഈ ട്രെൻഡ് ലൈനും കൊടുത്തിട്ടുണ്ടായിരുന്നു, ബ്രേക്ക് ഡൗൺ ആൻഡ് ഫർദർ ഫോൾ, ആൻഡ് ഇന്നും ഒരു ബൗൺസാണ് ഇന്ന് വന്നേക്കുന്നത്. ഓക്കെ, സോ ബാങ്ക് നിഫ്റ്റിയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ എന്തായിരുന്നു ഇത് എ ബി എൻ സി. സിയുടെ നമ്മളിത് കംപ്ലീറ്റ് ആയോ എന്നില്ല നമുക്ക് നോക്കാം. ABC സ്ട്രക്ചർ, യെസ്, എ ബി എൻ സിയുടെ എത്ര 100% വരെ ബാങ്ക് നിഫ്റ്റി പോയി. സാക്ട് തന്നെ അവിടെ നിന്ന് ബൗൺസ് ചെയ്തു. ഓക്കെ, അതാണ് റേഷ്യോസൊക്കെ വർക്ക് ചെയ്യും, നമുക്ക് അറിഞ്ഞിരിക്കണം എങ്ങനെയാണെന്ന്. ABCയുടെ അന്ന് വീഡിയോ ഷെയർ ചെയ്തായിരുന്നു. പിന്നെ ഇനി കമ്പാരിസൺ വീഡിയോ ഉണ്ടായിരുന്നു, ABC പ്ലസ് ഇമ്പൾസ്, അതിൻ്റെ വീഡിയോ. സോ എല്ലാവരും കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, എന്നിട്ട് എനിക്ക് ആ വീഡിയോ ഉണ്ടാക്കാനുള്ള ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ. ദാറ്റ് മീൻസ് കമ്പാരിസൺ ഉണ്ടാവും. ABC സ്ട്രക്ചർ എന്താണ് ഓർ ആൻഡ് ഇമ്പൾസ് എന്താണ്, ഒരു ഇല്ലറ്റ് വേവിൻ്റെ വേറൊരു പാർട്ട് ഉണ്ടാവുള്ളൂ. ഓക്കെ, സോ ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. യെസ്, നമ്മളെ റെസിസ്റ്റൻസ് ഇതാണ്. നെക്സ്റ്റ് നാളത്തേക്കുള്ളത് ബാങ്ക് നിഫ്റ്റിയിൽ. ബാക്കിയൊക്കെ ഞാൻ ഇത് ഡിലീറ്റ് ചെയ്യണു, ഇതൊക്കെ നമുക്ക് വേണ്ട. ഇനി ഫോൾ ഇതിൻ്റെ ബിലോ ആയിരിക്കുള്ളൂ. ഓക്കെ, ഈ സ്ട്രക്ചറുടെ ബിലോ നമുക്ക് റീഡ് ചെയ്യാനാണെങ്കിൽ ABCയുടെ ഇത് ഫുൾ 1 2 3 4 ഇവിടെ എൻഡിങ് ഡയഗണൽ പാറ്റേൺ ഫോം ചെയ്യുകയാണെങ്കിൽ, ഇവിടെ ഈ ഒരു ഏരിയയിൽ എൻഡിങ് ഡയഗണൽ പാറ്റേൺ ഫോം ചെയ്യുകയാണെങ്കിൽ ഇൻ 5 minutes, ദെൻ അപ്പോൾ നമുക്ക് പറയാം ഇവിടെ ഇത് കംപ്ലീറ്റ് ആയി എന്ന് പറയാം. എന്ത് ഫോൾ, ഇതിൻ്റെ ഫോൾ കംപ്ലീറ്റ്, അല്ലെങ്കിൽ ഫോൾ കംപ്ലീറ്റ് ആയിട്ടില്ല. അപ്പോൾ കുറച്ചുകൂടി ബൗൺസ് ചെയ്ത് ചിലപ്പോൾ വീണ്ടും താഴെ വരാനുള്ള ചാൻസസ് ഉണ്ടാവും. ഇപ്പോൾ എനിക്ക് ഇതിനകത്ത് എൻഡിങ് ഡയഗണൽ കാണുന്നില്ല, എനിക്ക് അതിൽ ഫോർമേഷൻ കാണുന്നില്ല. എനിക്കപ്പോൾ സ്ട്രക്ചറിൽ ഒരു വീക്ക് സ്ട്രക്ചറാണ്, പ്രോപ്പർ ഒന്നുമില്ല. ബുള്ളിഷ് എപ്പോഴാവേണ്ടത്, ബുള്ളിഷ് ആവാനാണെങ്കിൽ നമുക്ക് ഈ ഒരു സ്ട്രക്ചർ ഇതിൻ്റെ അബവ് പ്രൈസ് പോയാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും ഒരു ബുള്ളിഷ് ആയിട്ട് കിട്ടത്തുള്ളൂ. ഓക്കെ, യെസ്, ഈ ട്രെൻഡ് ലൈൻ. ഓക്കെ, ഈ ട്രെൻഡ് ലൈൻ ഇതിൻ്റെ അബവ് പ്രൈസ് പോവുകയാണെങ്കിൽ മാത്രമേ ഫർദർ അപ്പ് സൈഡ് കിട്ടുള്ളൂ, അല്ലെങ്കിൽ അത് റെസിസ്റ്റൻസ് ആയിട്ട് വർക്ക് ചെയ്യും. ഓക്കെ, എൻഡിങ് ഡയഗണൽ നമുക്ക് ഇവിടെ കാണുന്നില്ല കേട്ടോ. അത് കണ്ടാൽ മാത്രമേ എനിക്ക് അത് ഫോം ആവുകയാണെങ്കിൽ മാത്രമേ നമുക്ക് പറയാം ഇത് എൻഡ് ഓഫ് ആ ഒരു ഫോളിൻ്റെ എൻഡായി, നമുക്ക് ഫുർദർ ഒരു ബൗൺസ് നമുക്ക് കിട്ടുമെന്ന് പറയാം. ഓക്കെ, സോ ഇതിനകത്ത് എത്ര ഉള്ളിൽ വേഗം സെൻസെക്സ് പോകാം. സെൻസെക്സ് അനലൈസിസ് എൻഡിങ് കൊടുത്തിട്ടുണ്ടായിരുന്നു, ആൻഡ് അതിൻ്റെ ഒരു ഫോർമേഷൻ ഇതിൻ്റെ ബിലോ തന്നെ 79,875 ബിലോ ഇനി വീക്കുള്ളൂ. സ്ട്രക്ചർ സ്ട്രക്ചർ നമ്മൾ നോക്കുകയാണെങ്കിൽ ABNC ശരി സ്മോൾ ടൈം ഫ്രെയിമിലാണ്, പ്രോപ്പർ ഇപ്പോൾ ഇതിനകത്തൊന്നും കാണുന്നില്ല സെൻസെക്സിൽ. യെസ്, നമുക്ക് ട്രെൻഡ് ലൈൻ വരച്ച് വെക്കാം. ഇത് നല്ലൊരു ട്രെൻഡ് ലൈനാണ്, ഇത് കണ്ടോ നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. സോ ഇത് 80,800 പ്രൈസ് പോയാൽ ഫർദർ അപ്സൈഡ് നമുക്ക് കിട്ടാൻ തുടങ്ങും, അല്ലെങ്കിൽ ഈ റേഞ്ചിലാണെങ്കിൽ സ്റ്റക്കാവും, ഒന്നും നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റില്ല ഈ റേഞ്ചിൽ. ഫോൾ ഇതിൻ്റെ 79,875 മാത്രമേ ഫോൾ ഉള്ളൂ. ഓക്കെ, സോ റെസിസ്റ്റൻസ് വേണമെങ്കിൽ മാർക്ക് ചെയ്ത് വെച്ചോളൂ ഈ ട്രെൻഡ് ലൈനിൻ്റെ ആ ഒരു ഏരിയ. ഓക്കെ, ഇത്ര ഉള്ളൂ ഇതിനകത്ത് പറയാനുള്ളത്. നിഫ്റ്റി മിഡ് ക്യാപ് സെലക്ട് പോകാം. വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യണം കേട്ടോ, ലൈക്ക് ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ മറക്കരുത്. നിഫ്റ്റി മിഡ് ക്യാപ് സെലക്ട് ഞാൻ ഐ തിങ്ക് അന്ന് ഞാൻ ഈ ഒരു എൻഡിങ് ഡയൽ വീഡിയോ പാറ്റേൺ ഞാൻ ഷെയർ ചെയ്തായിരുന്നു കണ്ടോ. 5 minutes ടൈം ഫ്രെയിമിൽ ഞാൻ ഇപ്പോഴും ഓർക്കണേ, വീഡിയോ കണ്ടില്ലെങ്കിൽ കാണുന്നു കേട്ടോ, അപ്പോഴേ മനസ്സിലാവത്തുള്ളൂ ഞാൻ എന്താ ഉദ്ദേശിച്ചത്, എന്താ നടന്നേ മാർക്കറ്റിൽ. യെസ്, ഞാൻ ഇപ്പോഴും ഓർത്തേ, അത് എക്സാക്ട്ലി കണ്ടോ, പെർഫെക്റ്റ്ലി എൻഡിങ് ഡയൽ പാറ്റേൺ കൊടുത്തിട്ടുണ്ടായിരുന്നു. പ്രൈസ് അതിൻ്റെ അബവ് ഓപ്പൺ ആയി, ബട്ട് സഡൻ ഫോൾ. റീസൺ എന്താണ്? ഫേക്ക് ബ്രേക്ക് ഔട്ടാണ്. എൻഡിങ് ഡയൽ പാറ്റേൺ ഫോം എന്ന് പറഞ്ഞാൽ ട്രെൻഡ് തീരുന്നു എന്നാണ്. ലൈവ് എക്സാമ്പിൾ നിങ്ങളുടെ മുമ്പിലാണ് ഈ ചാർട്ടിൽ കണ്ടോളൂ. എല്ലാവരും ലൈവാണ്, ഇത് പ്രോപ്പറാണ്. ഞാൻ 2 ദിവസം മുന്നേ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത് കാണുന്ന വീഡിയോ ക്രോസ് ചെക്ക് ചെയ്യണം, ആൻഡ് ദെൻ എപ്പോഴും മനസ്സിലാവുള്ളൂ. എൻഡിങ് ഡയൽ 5 minutes ടൈം ഫ്രെയിം, ഇത് എൻഡ് ഓഫ് ട്രെൻഡാണ്. ഫോൾ പ്രൈസ് ഓപ്പനും ഇതിൻ്റെ അബവ് ആയി, ആൻഡ് സഡൻ സിംഗിൾ കാൻഡിൽ തന്നെ ഫോളാണ്. എന്ന് വെച്ചാൽ ദാറ്റ് മീൻസ് ജെന്വൻ അല്ല, അത് ഫേക്ക് ബ്രേക്ക് ഔട്ട് ആയിരുന്നു. ആൻഡ് ദെൻ നോക്കിക്കുക, ആൻഡ് ഫുൾ ഇത് കണ്ടോ, നമ്മുടെ ടാർഗറ്റ് ഇവിടെ 127% വരെ വന്നിട്ടുണ്ട്. അതിൻ്റെ ബിലോ ഞാൻ ലെവലും കൊടുത്തിട്ടുണ്ടായിരുന്നു, ഇത്ര വരെ ലെവലൊക്കെ ഉണ്ട് കേട്ടോ. ആ വീഡിയോ കാണണം, പ്രോപ്പർലി കാണണം, മനസ്സിലായോ? അപ്പോഴേ നമുക്ക് ഒരു ഇല്ലിറ്റ് വേവിൻ്റെ ഒരു പവർ മനസ്സിലാവത്തുള്ളൂ. ഞാനും ഇല്ലിറ്റ് വേവിൻ്റെ ഒരു സ്റ്റുഡൻറ്റ് തന്നെയാണ്. ഞാൻ അത്രയ്ക്ക് എക്സ്പേർട്ട് ഒന്നും ഇല്ലയെന്ന് എനിക്ക് പറയാനുള്ളതാണ്. എന്ന് വെച്ചാൽ ഇല്ലിറ്റ് വേവിന് ഫുൾ ലൈഫ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നാൽ നമുക്ക് മതിയാവത്തില്ല, അത്രയ്ക്ക് പഠിക്കാനുണ്ട് ഇല്ലിറ്റ് വേവിൽ. സോ എല്ലാവരും ഇല്ലിറ്റ് വേവ് പഠിക്കുക. നമ്മൾ എൻ്റെ ചാനലിൽ ഒരു കുറച്ച് സജഷൻസ് ഇതൊക്കെ ഉണ്ടാവുള്ളൂ, ബാക്കി എവിടെ നിന്ന് വേണമെങ്കിലും പഠിച്ചോളൂ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. എനിക്ക് അങ്ങനെ ഒന്നും പറയാനില്ല. ബട്ട് യെസ്, ഇല്ലിറ്റ് വേവ് നല്ലൊരു പവർഫുൾ
വേവ് ആണ്, പവർഫുൾ ഒരു സ്ട്രാറ്റജിയാണ്. അതുകൊണ്ട് നമുക്ക് നല്ലൊരു ബെനിഫിറ്റ് കിട്ടും ഇൻ ഫ്യൂച്ചർ, നല്ലൊരു ട്രേഡ് ചെയ്യാനുള്ള ഒരു ഐഡിയ ഒക്കെ കിട്ടും നമുക്ക് നന്നായിട്ട്. ഓക്കെ, സോ എല്ലാവരും ശ്രദ്ധിച്ചിട്ട് വേണം എല്ലാവരും ട്രേഡ് ചെയ്യാൻ. സോ യെസ്, ഇതിൻ്റെ ഇനി പറയാനുള്ളതെന്ന് വെച്ചാൽ ആ ഫോൾ എക്സാക്ട്ലി നമുക്ക് പ്രോപ്പർലി കിട്ടി. ഇനി നമുക്കിത് ഡിലീറ്റ് ചെയ്യാം. ഇനി എന്താണ് നമുക്ക് നോക്കാനുള്ളത്? നിഫ്റ്റി മിഡ് ക്യാപ് സെലക്ട് കണ്ടോ, ഇതും ഹോൾഡ് ചെയ്യേണ്ടത് നല്ലൊരു റേഞ്ച് ഹോൾഡ് ചെയ്യണം. സൈഡ് വേസ് ഓഫ് കണ്ടോ, ഈ ഒരു റേഞ്ചിൻ്റെ അകത്താണ്, ഈ ഫുൾ റേഞ്ചിൻ്റെ അകത്താണ്. സോ റേഞ്ചൊക്കെ നമുക്ക് പ്രോപ്പർലി നമുക്ക് പ്ലേ ചെയ്യാൻ പറ്റും. ഇപ്പോൾ എങ്ങനെയാണ് ഞാൻ പറഞ്ഞു തരാം. എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ സപ്പോസ് പ്രൈസ് ഇവിടെ വന്നു, ഇത് സപ്പോർട്ട് എടുക്കുന്നുണ്ട് കണ്ടോ, സപ്പോർട്ട് എടുത്തു 1 2 ഓൺ ഗോയിങ് 3 അല്ലേ, 3 and 4 ആയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണ് റീഡ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഇൻ കേസ് പ്രൈസ് ഫുൾ സൈഡ് വേസ് ആണല്ലോ, ഓവറോൾ ഫുൾ സൈഡ് വേസ് ആണ്. സോ നമ്മൾ എന്ത് ചെയ്യുക, സൈഡ് വേസിൻ്റെ താഴെ സപ്പോർട്ടിൽ വന്നു, സപ്പോർട്ട് എടുത്തിട്ട് പ്രൈസ് താഴ്ന്ന മുകളിലേക്ക് കയറുന്നുണ്ട്. സോ ഇത് 1, ഇത് 2, 3 ബൗൺസ് വന്നു. ആൻഡ് ദെൻ 4th കറക്ഷനാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. 5th ഇതിൻ്റെ ആവുള്ളൂ. സോ ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ബൗൺസ് മുകളിലേക്ക് പ്ലേ ചെയ്യരുത്. ചെയ്യുകയാണെങ്കിൽ റിസ്ക് ആയിരിക്കും. മുകളിൽ 5 കംപ്ലീറ്റ് ചെയ്യും. 5 കംപ്ലീറ്റ് ചെയ്യുമ്പോൾ അവിടെ എൻഡിങ് ഡയൽ പാറ്റേൺ ഫോം ആകും. ഓക്കെ, എൻഡിങ് ഡയൽ പാറ്റേൺ വീണ്ടും ഫോം ചെയ്യും. ഇവിടെ കണ്ട, എൻഡിങ് ഡയൽ പാറ്റേൺ ഫോം ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ എന്ത് ചെയ്യുക, അവിടെ നിന്ന് വേണം പിന്നെ താഴേക്ക് പ്ലേ ചെയ്യാനുള്ളത്. ഓക്കെ, അതാണ് നമുക്ക് ലിറ്റ് വേവ് നമുക്ക് നേരത്തെ തന്നെ പറഞ്ഞു തരും നമുക്ക് നെക്സ്റ്റ് എന്താണ് നമുക്ക് ആക്ഷൻ എടുക്കേണ്ടത്. ഓക്കെ, ഇത് കണ്ടോ. സോ ഇപ്പോൾ ഉള്ളത് എന്താണ്, 1 2 3 4 ആണ് ഇത് ഫുൾ. ഇനി 5th ആയിട്ടില്ല. 5th 3rd അബവ് പോയാലും മാത്രമേ, ഒരു ഇത്രയെങ്കിലും പോയാലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ 5th ഇതിൻ്റെ അബവ് പോയാൽ 3rd അബവ് പോയാൽ മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ യെസ് ഇത് 5th വേവ് ആണ്, 5th വേവിലേക്ക് എൻറ്റർഡ് ആയി, 5th വേവ് ആയിരുന്നു അത്. സോ അതാണ് ഈ ഒരു ഹൈ. ഓക്കെ, സോ ഇതിൻ്റെ അബവ് പോയാൽ പിന്നെ 5th വേവ് സ്റ്റാർട്ട് ആവും. അതെന്ന് വെച്ചാൽ അവിടെ വരെ പോകും. പിന്നെ റിജക്ഷൻ എടുക്കുമ്പോൾ ആണ് ട്രെൻഡ് കംപ്ലീറ്റ് ആയി എന്ന് പറയാം. ഓക്കെ, റിജക്ഷൻ എടുക്കുമ്പോൾ ട്രെൻഡ് കംപ്ലീറ്റ് ആയി. ഇതിൻ്റെ ബ്രേക്ക് ഡൗൺ പിന്നെ പോയിട്ട് താഴേക്ക് വരുമ്പോഴത്തേക്ക് ഇതിൻ്റെ ബ്രേക്ക് ഡൗൺ തരും. ബ്രേക്ക് ഡൗൺ ആകുമ്പോഴത്തേക്ക് നമുക്ക് പറയാം ഇത് ഫുൾ എൻഡിനൽ പാറ്റേൺ ആണ്. പ്രൈസ് പിന്നെ താഴേക്ക് ഇവിടെയൊക്കെ വരാനുള്ള ചാൻസസ് ഉണ്ടാകും. ഓക്കെ, അതാണ് ഇല്ലിറ്റ് വേവ് നമുക്ക് നേരത്തെ തന്നെ പറഞ്ഞ് നോക്കി. ഇവിടെ സി എൻട്രി എടുക്കുന്നു, പി എൻട്രി എടുക്കണം. അത്രയുള്ളൂ എനിക്കൊന്നും പറയാനൊന്നുമില്ല. സി നെക്സ്റ്റ് വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യാൻ മറക്കണ്ട. താങ്ക് യു.